ഈ ഒരു നിറഞ്ഞ സദസ്സ് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ സദസ്സിനൊരു പ്രത്യേകത ഉണ്ട്. ഇവിടെ ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, ഭാര്യമാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, മക്കളുണ്ട്, പേരമക്കളുണ്ട്, മരുമക്കളുണ്ട്. അങ്ങനെ ഒരു കുടുംബ സദസ്സാണ്. കുടുംബം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരുപാട് സന്തോഷമാണല്ലേ. കുടുംബം പറയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമല്ലേ? നമുക്ക് എന്തിൻ്റെയും ഒരു അടിസ്ഥാനം, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു സമാധാനം കിട്ടുന്ന സ്ഥലമാണ് നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞത്. കുടുംബത്തിൻ്റെ ഒരു ഡെഫിനീഷൻ നിങ്ങളിപ്പോൾ ChatGPT ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. നിങ്ങൾ ഫാമിലിയിൽ നിന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡെഫിനീഷനായിട്ട് വരിക എ പ്ലേസ് ദാറ്റ് ഗിവ്സ് കംഫർട്ട് ആൻഡ് പീസ് ടു ദ സോൾ എന്നാണ്. നമ്മുടെ ആത്മാവിന് കംഫർട്ടും അതേപോലെ സമാധാനം നൽകുന്ന സ്ഥലമാണ് ഏത്? കുടുംബം എന്ന് പറയുന്നത്. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് ഇന്ന് പല കുടുംബങ്ങളിലും ആ സമാധാനം ഉണ്ടോ? പല കുടുംബങ്ങളിലും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞത്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, പടച്ച റബ്ബ് ഈ ഭൂമിയിൽ ആദ്യമായി സൃഷ്ടിച്ച വ്യക്തി ആരായിരുന്നു? ആദം നബി അലൈഹിസ്സലാമാണ്. അപ്പോൾ ആദം നബി അലൈഹിസ്സലാമിനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചപ്പോൾ ആദം നബിയുടെ ജീവിതം ഭൂമിയിൽ ഏറ്റവും മനോഹരമാവാൻ വേണ്ടി പടച്ചോൻ ആദം നബിക്ക് എന്താ നൽകിയത്? കുറേ സ്വത്തുക്കളാണോ? കുറേ സുഹൃത്തുക്കളാണോ? അല്ലെങ്കിൽ കുറേ സമ്പാദ്യമാണോ? ഒന്നല്ല നൽകിയത്. ആരെ നൽകിയത്? ഹവ്വാ ബീവിയാണല്ലേ നൽകിയത്. ഒരു ഇണയാണ് അല്ലെങ്കിൽ ഒരു തുണയാണ് പടച്ചോൻ എന്ത് ചെയ്തത്? ആദം നബിക്ക് നൽകിയത്. പടച്ചോന് സമ്പത്ത് നൽകാമായിരുന്നു, അല്ലെങ്കിൽ കുറേ സുഹൃത്തുക്കളെ നൽകാമായിരുന്നു. പക്ഷെ അതൊന്നും നൽകാതെ ഹവ്വാ ബീവിയാണ് നൽകിയത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പടച്ചോൻ അറിയാം, അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഒരു വ്യക്തിയുടെ ജീവിതം ഏറ്റവും മനോഹരമാവണമെങ്കിൽ അവൻ എന്ത് വേണം? ഒരു ഇണ വേണം, ഒരു തുണ വേണം, അല്ലെങ്കിൽ ഒരു കുടുംബം വേണം. ആ ഒരു മനസ്സമാധാനം കിട്ടണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ജീവിതം ഏറ്റവും മനോഹരമാവുകയുള്ളൂ. പടച്ചോൻ തന്നെ ഖുർആനിൽ പറയുന്നുണ്ട്, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ എന്ന് പറഞ്ഞത്. എന്ത് ചെയ്തു? നിങ്ങളിൽ നിന്ന് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇണകളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാ? നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട്. ഇതെന്താണെന്നാണ് പടച്ചോൻ പറഞ്ഞത്? പടച്ചോൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണെന്നാണ് പറഞ്ഞത്. പടച്ചോൻ്റെ വലിയൊരു അമാനത്താണ് എന്ത്? കുടുംബം എന്ന് പറഞ്ഞത്. അതോടൊപ്പം പടച്ചോൻ ഒന്നുകൂടി ചേർത്ത് വെക്കുന്നുണ്ട്, നിങ്ങൾക്കിടയിൽ ഞാൻ എന്തുകൂടി ഉണ്ടാക്കി? മവദ്ദത്തും റഹ്മത്തും. മവദ്ദത്ത് റഹ്മത്ത് പറഞ്ഞാൽ എന്താ? മവദ്ദത്ത് എന്താ? സ്നേഹം, റഹ്മത്ത് കാരുണ്യം. ഈ സ്നേഹം ഇന്ന് നമ്മുടെ വീടകങ്ങളിലുണ്ടോ? പൊതുവേ സ്നേഹം എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് അർത്ഥം നോക്കുകയാണെങ്കിൽ ലവ് എന്നാണ് എന്ത്? സ്നേഹത്തിന് പറയാം. ഇപ്പം ലവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പല ആളുകളുടെ മുഖത്ത് എന്ത് ചെയ്യും? ഒരു ചിരി വരും, അല്ലെങ്കിൽ ഒരു അമർച്ച വരും. കാരണം ലവ് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലെന്താ? വേണ്ടാത്തൊരിഷ്ടം, അല്ലെങ്കിൽ ഇന്നത്തെ സിനിമകളായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ലവാണ് എന്ത് ചെയ്യണത്? നമ്മുടെ മനസ്സിലേക്ക് വരിക. യഥാർത്ഥ ലവ് നമ്മുടെ മനസ്സിലെത്തുന്നുണ്ടോ? ആ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ലവ് നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നുണ്ടോ? അതെന്തുകൊണ്ടാണ്? ഇന്നത് കാണാൻ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ആ ലവ് അല്ലെങ്കിൽ ആ സ്നേഹം എന്ന് പറഞ്ഞ കാര്യം നമുക്ക് മനസ്സിലാവാത്തത്. ഈ അടുത്തൊരാൾ വിളിച്ചിരുന്നു, യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ആൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ വൈഫിന് ഒരു കൗൺസിലിംഗ് നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് കൗൺസിലിംഗ് കൊടുക്കുന്നത്? ആൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര റൂഡാണ്. ഞാൻ എന്ത് പറഞ്ഞാലും എന്നോട് ഇങ്ങനെ തർക്കിക്കുകയാണ്, അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് കരയാണ്. എന്താ പ്രശ്നം ചോദിച്ചിട്ട് ഓളൊന്നും മുണ്ടണില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അയാളുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിച്ചു. അപ്പോൾ നല്ലൊരു കുടുംബം, അതായത് സാമ്പത്തികമായിട്ട് നല്ല മുന്നോട്ട് നിൽക്കുന്ന ഒരു കുടുംബം, 4 മക്കളുണ്ട്, മക്കളൊക്കെ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്, സാമ്പത്തികമായിട്ടൊരു പ്രശ്നവുമില്ല, എല്ലാം കൊണ്ടും റാഹത്തായിട്ടുള്ളൊരു കുടുംബം. അപ്പോൾ നമ്മൾ ഈ സ്ത്രീയെ വിളിച്ച് ചോദിച്ചു, എന്താണ് പ്രശ്നം, എന്തൊക്കെ പ്രയാസങ്ങളുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ ചോദിക്കുന്ന സമയത്ത് സ്ത്രീ പറഞ്ഞു, എൻ്റെ ഭർത്താവ് എനിക്ക് എല്ലാം തരുന്നുണ്ട്, എനിക്ക് സമ്പത്തായിട്ട് തരുന്നുണ്ട്, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഗിഫ്റ്റുകൾ വാങ്ങി തരുന്നുണ്ട്, വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങി തരുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഐഫോണും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട്. പക്ഷേ ആളെന്താണ്? എൻ്റെ മക്കൾക്ക് നല്ലൊരു വാപ്പയാണ്, അതേപോലെ എൻ്റെ മാതാപിതാക്കൾക്ക്, അതായത് ഹസ്ബൻഡിൻ്റെ മാതാപിതാക്കൾക്ക് നല്ലൊരു മകനാണ്, നാട്ടുകാർക്ക് നല്ലൊരു പ്രവർത്തകനാണ്. പക്ഷേ എനിക്ക് എൻ്റെ ഭർത്താവിനെ എവിടെയോ വെച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? കൈവിട്ടു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഇനി വേറെ സ്ത്രീബന്ധങ്ങളോ അങ്ങനെയൊന്നും? അതൊന്നുമല്ല. ആളെന്നോട് സംസാരിക്കാറില്ല, എനിക്ക് വേണ്ടി സമയം കണ്ടെത്താറില്ല, എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നുണ്ടെങ്കിലും ആൾ എനിക്കെന്തല്ല അവൈലബിൾ അല്ല എന്നാണ് പറഞ്ഞത്. ഇവിടെയാണ് പഠിച്ചോ നമുക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള മവദ്ദത്തും റഹ്മത്തും. ഈ മവദ്ദത്തിനെ റഹ്മത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ദൃഷ്ടാന്തമാണ്. മവദ്ദത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സ്നേഹമാണ് അല്ലേ, അതൊരു പാഷനേറ്റ് ലവാണ്. ഇത് ഏത് വിവാഹം കഴിഞ്ഞ ആളുകളിലും ഒരു 6 മാസക്കാലോ അല്ലെങ്കിൽ ഒരു വർഷക്കാലം ഉണ്ടാവും.
അതിന് നമ്മൾ വല്ലാണ്ട് എഫേർട്ടൊന്നും എടുക്കണ്ട. ഒരു പാഷനേറ്റ് ലവാണ്. നമ്മൾ ഈ ഹണിമൂൺ സ്റ്റേജ് എന്നൊക്കെ പറയുമല്ലോ, ആ സ്റ്റേജാണ് എന്ത് മവദ്ദത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് നമ്മൾ ഈ ശാരീരികമായിട്ടുള്ള ആ ഒരു എഫെക്ഷൻ കാരണം നമ്മളെ ഭാഗത്ത് നിന്ന് എഫേർട്ടൊന്നും ഇല്ലെങ്കിലും ഈ ഒരു സ്നേഹം എന്ത് ചെയ്യും, ഇങ്ങനെ അടിപൊളിയായിട്ട് ആ ഫസ്റ്റത്തെ ആ റൊമാൻറ്റിക് ഏജ് എന്നൊക്കെ പറയുമല്ലോ, അതിലിങ്ങനെ പോവും. പിന്നെ അത് കൂടിയിട്ട് എന്ത് വരണം, റഹ്മത്ത് വരണം. അതായത് കമ്പാഷനേറ്റ് ലവ് വരണം. ആ വൈകാരിക തലമായിട്ടുള്ള ആ സ്നേഹം ഉണ്ടാവണം. അത് ഒരിക്കലും അവസാനിക്കില്ല. ചിലപ്പോൾ മവദ്ദത്ത് ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളറിയാതെ തന്നെ നമ്മളിൽ നിന്ന് ഇങ്ങനെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും റഹ്മത്ത് എന്ത് ചെയ്യില്ല, നമ്മളെ മരണം വരെ നമ്മളെ കൂടെ വേണം. ആ കമ്പാഷനേറ്റ് ലവ് അത് എന്തിനാന്ന് വെച്ചാൽ ഒരു വൈകാരികമായിട്ടുള്ള ഒരു സ്നേഹമാണ്. അവരുടെ സങ്കടത്തിൽ, ഇപ്പോൾ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, പരസ്പരമുള്ള സ്നേഹത്തിൽ അല്ലെങ്കിൽ പരസ്പരമുള്ള സങ്കടത്തിൽ കൂടെ നിൽക്കണം. ഇമോഷണലി എന്ത് ചെയ്യണം, അവർക്കൊരു സപ്പോർട്ടായി നിൽക്കാനും വേണം. ആ റഹ്മത്തും മവദ്ദത്തും ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു വിവാഹം ഏറ്റവും നല്ല രീതിയിൽ പോകുള്ളൂ. അത് ഏത് പ്രായത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളെ മരണാവസാനം വരെ ആയിക്കോട്ടെ, ആ മവദ്ദത്തും റഹ്മത്തും ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ ആ വിവാഹ ബന്ധം എന്ത് ചെയ്യുള്ളൂ, ഏറ്റവും നല്ല രീതിയിൽ പോവുള്ളൂ. ഈ മവദ്ദത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഉണ്ടായിക്കോളും. പക്ഷേ റഹ്മത്ത് നമ്മൾ ബോധപൂർവമായ എഫേർട്ട് എടുത്തേ തീരുള്ളൂ. ഒരു കുടുംബം ഏറ്റവും മനോഹരമായി പോകണമെങ്കിൽ അതിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞത് ആരാണ്? മാതാപിതാക്കളാണല്ലേ, അല്ലെങ്കിൽ ആ ഇണകളാണ്. ആ ഇണകൾ അടിപൊളിയായി പോയെങ്കിൽ മാത്രമാണ് തുടർന്ന് വരുന്ന സന്താനങ്ങൾ എന്ത് ചെയ്യുള്ളൂ, നല്ല രീതിയിൽ എന്ത് ചെയ്യുള്ളൂ, ജീവിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ മവദ്ദത്തും റഹ്മത്തും നമ്മൾ കാത്തു സൂക്ഷിക്കുക തന്നെ വേണം. ഇന്ന് പല രക്ഷിതാക്കളും സങ്കടം പറയുന്ന ഒരു കാര്യമാണ്, മക്കൾ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികൾ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല, ആൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ പെൺകുട്ടികളില്ല എന്ന് പല രക്ഷിതാക്കളും പരാതി പറയുന്നുണ്ട്. അപ്പം അതിന് നമ്മൾ കാരണങ്ങളായിട്ട് പല കാരണങ്ങൾ നിരത്തുന്നുണ്ട്. ഫെമിനിസം പോലെയുള്ള പുതുപുത്തൻ ആശയങ്ങളുടെ കടന്നുവരവ്, ആൻറ്റി മാരേജ് ആയിട്ടുള്ള തിയറീസുകളുടെ കടന്നുവരവോട് കൂടിയിട്ട് പെൺകുട്ടികൾക്ക് സ്വന്തം കാലിൽ നിൽക്കണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാവണം, അതുകൊണ്ടാണ് പെൺകുട്ടികൾ വിവാഹത്തിന് സമ്മതിക്കാത്തതെന്നൊക്കെ പല കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതിനേക്കാൾ ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞത് നല്ല മാതൃകാ കുടുംബങ്ങളില്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഞാനിപ്പോൾ IGM-ൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. ഇപ്പോൾ നമ്മൾ പല പെൺകുട്ടികളോടും പറയാറുണ്ട്, പല രക്ഷിതാക്കളും പറയും, നിങ്ങൾ IGM-ൻ്റെ ആളുകളല്ലേ, നിങ്ങൾ കുട്ടികളോടൊന്ന് പറയും വിവാഹം കഴിക്കാനെന്ന്. അപ്പോൾ നമ്മൾ ഈ പെൺകുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നത്, എൻ്റെ ഉമ്മയും അപ്പയും എന്നും തല്ലാണ്, അല്ലെങ്കിൽ ഇവർ തമ്മിൽ നല്ലൊരു സ്നേഹം ഞാൻ കാണുന്നില്ല, ഞാൻ എന്തിനാ എൻ്റെ മനസ്സമാധാനം കളഞ്ഞ് വേറൊരു ജീവിതത്തേക്ക് പോകണമെന്നാണ്. ഇത് നിരന്തരം കാണുന്ന കുട്ടികൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഇപ്പം നമ്മളെ വീടുകളെല്ലാം നമ്മളെക്കാൾ ഉഷാറാണ്. ഇതെല്ലാം നമ്മൾ ചുറ്റുവട്ടത്തുള്ള വീടുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം, പല വീടുകളിലും എന്താണ് ഭയങ്കര പ്രശ്നമാണ്. വാപ്പിയമ്മ തമ്മിൽ സംസാരിക്കാറേ ഉണ്ടാവില്ല. ഇപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മ വാട്സപ്പിലിടും, ചോറെടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ ഉറങ്ങാൻ പോകാൻ കേട്ടോ, നിങ്ങൾ കഴിച്ചോളിന്ന്. ഇനിയിപ്പോൾ അഥവാ ഒരുമിച്ചിരുന്ന എല്ലാവരും ഫുഡ് കഴിക്കണമെങ്കിൽ എല്ലാവരുടെ കയ്യിലും എന്താണ്, മൊബൈലാണ്. ആർക്കും പരസ്പരം ഒന്ന് മുഖത്ത് നോക്കാൻ പോലും സമയമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ആ മവദ്ദത്തും റഹ്മത്തൊക്കെ എങ്ങനെ നമ്മുടെ മക്കൾക്ക് മനസ്സിലാവും? അല്ലെങ്കിൽ ഇതിലൂടെ കിട്ടുന്ന ആ ഒരു സ്നേഹം എങ്ങനെ നമ്മുടെ മക്കൾ മനസ്സിലാക്കും? പിന്നെ എങ്ങനെ അവർ വിവാഹത്തിന് സമ്മതിക്കും? അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ തിയറികളൊക്കെ കുറ്റം പറയുന്നതിന് മുമ്പ് അതില്ല എന്നല്ല കേട്ടോ, അതിൻ്റെ കടന്നുവരവും ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷെ അതിനേക്കാളേറെ ഇവിടെ അതിനെതിരായിട്ട് നല്ലൊരു ജീവിതം നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഉണ്ടാക്കി ജീവിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ മക്കൾ പറയുകയാണെ, എൻ്റെ ഉമ്മയും ഉപ്പയും നല്ല അടിപൊളിയാണ് ജീവിക്കുന്നത്, അവരുടെ ജീവിതം എന്ത് രസമാണ്, എനിക്കും അതുപോലൊരു ജീവിതം വേണമെന്ന് നമ്മളെ മക്കൾ ആഗ്രഹിക്കൂലേ? നമ്മൾ കണ്ടല്ലേ നമ്മളെ മക്കൾ വളരുന്നത്. പക്ഷേ ഇവിടെ ഒരു മാതൃക ഇല്ലെങ്കിൽ നമ്മളവരെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല. കാരണം ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ കുടുംബം എന്ന വ്യവസ്ഥയെ തകർക്കാം അതിനു വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന രാഷ്ട്രീയമാണ്. ഇപ്പോൾ 2025 ജനുവരിയിൽ കേരളത്തിലൊരു മാസിക ഇറങ്ങിയിരുന്നു. കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇറക്കുന്ന ഒരു വീക്ക്ലി മാഗസിനാണ്. ആ മാഗസിൻ്റെ പുറംചട്ടം എങ്ങനെയാണ്, ഡോണ്ട് മാരി ബി ഹാപ്പി, വിവാഹം കഴിക്കരുത്, സന്തോഷത്തോടെ ഇരിക്കാമെന്ന്. അപ്പോൾ ഇതൊക്കെ നമ്മളെ മക്കളെന്താണ് നിരന്തരം കാണുകയാണ്, കേൾക്കുകയാണ്. അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് അവർ അതിലേക്ക് പോകും. അപ്പോൾ അതിൽ നിന്ന് അവരെ വ്യതിചലിപ്പിച്ച് കുടുംബത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ അവർക്ക് നല്ല മാതൃകകൾ എവിടെ വേണം, നമ്മുടെ വീടകങ്ങളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എന്നാൽ മാത്രമാണ് ഈ കുടുംബം എന്നുള്ള വ്യവസ്ഥാപിതമായിട്ട് പോവുകയുള്ളൂ. അപ്പോൾ ഇണകളായിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും നല്ല രീതിയിൽ, കാരണം 2 തലങ്ങളിൽ ജീവിച്ച ആളുകളാണല്ലേ, 2 സ്ഥലങ്ങളിൽ, 2 കുടുംബങ്ങളിൽ, 2 അന്തരീക്ഷങ്ങളിൽ ജീവിച്ച ആളുകൾ മീസാഖോനുള്ള ഒരു ശക്തമായ കരാർ, വിവാഹം എന്ന ശക്തമായ കരാറിലൂടെ ഒന്നാവുമ്പോൾ അവിടെ എന്തായാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കാരണം 2 സാഹചര്യങ്ങൾ വന്ന ആളുകളാണ്, അവർ തമ്മിൽ ചിലപ്പോൾ പലതരത്തിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് പല കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ അവിടെ എന്ത് വേണം, ഞങ്ങൾ വിവാഹം കഴിച്ചവരാണ്, ഇനി ഞങ്ങൾ എന്തല്ല 2 1 എന്നുള്ള രീതിയിൽ ഇതുവരെ 2 ദിശയിൽ സഞ്ചരിച്ച ആളുകൾ ഇനി ഒരേ ലക്ഷ്യത്തോടെ ഒന്നിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആ ന്യൂനതകളൊക്കെ മറന്ന്, അല്ലെങ്കിൽ നമ്മളെ ന്യൂനതകൾ നമ്മൾക്കിടയിൽ മാത്രം നിന്നുകൊണ്ട് എന്ത് ചെയ്യണം,
നമ്മൾ മുന്നോട്ട് പോകണം. എന്നാൽ മാത്രമാണ് ആ ജീവിതം ഏറ്റവും മനോഹരമാവുകയുള്ളൂ. അത് കണ്ടിട്ട് വേണം നമ്മുടെ മക്കൾ വളരാൻ. ഇപ്പം നമ്മുടെ മക്കളെ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ഹബീബുക്കൊക്കെ ഇൻട്രൊഡക്ഷനിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ മക്കളെ കുറിച്ച് പറയാനാണെങ്കിൽ മക്കൾ എന്ന് പറഞ്ഞാൽ പടച്ചോൻ്റെ വലിയൊരു അനുഗ്രഹമാണ് അല്ലേ. ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ സ്റ്റേജാണ് അവിടുന്ന് ഇണകളിൽ നിന്ന് ഒരു ഉമ്മയും വാപ്പയും ആവുക എന്ന് പറഞ്ഞത്. അത് വലിയൊരു അനുഗ്രഹമാണെങ്കിൽ പോലും അതൊരു പരീക്ഷണം കൂടിയാണ്. സന്താനങ്ങൾ എന്ന് പറഞ്ഞത് പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്, സമ്പത്ത് കൊണ്ടും സന്താനങ്ങളെ കൊണ്ട് എന്ത് ചെയ്യും, നിങ്ങളെ ഞാൻ പരീക്ഷിക്കുന്ന പറഞ്ഞത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ദീനീബോധമുള്ള ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞത് ഒരു ഹെർക്കുലിയൻ ടാസ്ക് തന്നെയാണ്. ഭയങ്കര ടാസ്ക്കാണ്. കാരണം അത്രയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ. എങ്ങനെയൊക്കെ ഒരു കുട്ടിക്ക് നാശമാവാം, അതിനുള്ള എല്ലാ സിറ്റുവേഷനും എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ സമൂഹം അവർക്ക് ഒരുക്കി കൊടുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള തിയറീസുകളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ദീനീ ചിട്ടയോട് കൂടിയിട്ട് നമ്മുടെ മക്കൾ വളരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പണിയെടുത്ത് തന്നെ മതിയാവുകയുള്ളൂ. കാരണം ഓരോ കുഞ്ഞും ഈ ഭൂമിയിലേക്ക് ജനിച്ച് വീഴുന്നത് ശുദ്ധ പ്രകൃതിയോട് കൂടിയിട്ടാണ്. അവരെ ഒരു വ്യക്തിയാക്കുന്നത് മാതാപിതാക്കളാണ്. ഇപ്പോൾ ഇവിടെ സൈക്കോളജി പഠിക്കുന്ന ആളുകളൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും, ഒരു കുട്ടീൻ്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ഉള്ളത്. ഒന്ന് അവരുടെ ഹെറിഡിറ്ററിയാണ്, അതായത് നമ്മൾ മാതാപിതാക്കൾ. രണ്ടാമത്തത് അവരുടെ ചുറ്റുപാടാണ്, അവരുടെ എൻവയോൺമെൻറ്റാണ്. ഇത് രണ്ടും നന്നായാൽ ആ കുട്ടി എന്ത് ചെയ്യും, നല്ല കുട്ടിയെ വളരും. കാരണം ഒരു തകർന്ന മനുഷ്യനെ നന്നാക്കുന്നതിനേക്കാൾ ഏറ്റവും എളുപ്പമാണ് ഒരു നല്ല കുട്ടിയെ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞത്. അപ്പം മക്കൾക്ക് ദീൻ കൊടുത്ത് വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കാൻ കഴിയും. ഒരിക്കൽ ഉമർ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പരാതി പറയാണ്, അമീറുൽ മുഅ്മിനീനെ, എൻ്റെ മകന് ഞാൻ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല, അവൻ എന്നോട് ധിക്കാരം കാണിക്കുകയാണെന്ന്. അപ്പോൾ ഉമർ റളിയല്ലാഹു എന്ത് ചെയ്തു, ആ കുഞ്ഞിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നീ നിൻ്റെ ഉപ്പായോട് ധിക്കാരം കാണിച്ചു എന്ന്. അപ്പോൾ ആ കുട്ടി തിരിച്ച് ഉമറിനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഒരു പിതാവിന് മക്കളുടെ മേൽ എന്തെങ്കിലും ബാധ്യതകളുണ്ടോയെന്ന്. അപ്പോൾ ഉമർ പറഞ്ഞു, ഉണ്ട്, തീർച്ചയായിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ ഉമർ എണ്ണി പറയാണ്, ഒന്നാമത്തത് അവന് നല്ലൊരു ഭാര്യയെ, നല്ലൊരു ഉമ്മയെ നൽകണം. രണ്ടാമത്തത് അവന് നല്ല പേരിട്ട് വിളിക്കണം. മൂന്നാമത്തത് അവന് ദീൻ പഠിക്കണം. അപ്പോൾ കുഞ്ഞ് തിരിച്ച് ഉമറിനോട് മറുപടി പറയേണ്ടത്, എനിക്കൊരു നല്ലൊരു ഉമ്മയെ കണ്ടെത്തി തന്നിട്ടില്ല. രണ്ടാമത് എന്നെ നല്ലൊരു പേരിട്ട് വിളിച്ചിട്ടില്ല. കരിവണ്ട് എന്ന അർത്ഥം വരുന്ന പേരാണ് എന്നെ എന്ത് ചെയ്തത്, വിളിച്ചത്. ഇപ്പം നമ്മൾ ചിന്തിക്കുക, നമ്മൾ ആരെ മുഖത്തൊന്നും നോക്കേണ്ട. നമ്മളെ മക്കൾക്ക് നമ്മൾ കുറേ ഡിക്ഷണറിയൊക്കെ നോക്കി അല്ലെങ്കിൽ കുറേ സെർച്ച് ചെയ്ത് നല്ല അടിപൊളി പേരൊക്കെ ഇട്ടിട്ടുണ്ടാവും. പ്രസവിക്കുന്ന സമയത്ത് നല്ല പേരൊക്കെ ഇട്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ പറഞ്ഞത് കേൾക്കാത്ത സമയത്ത്, പ്രത്യേകിച്ച് ഉമ്മമാരാണ്, നമ്മൾ പറഞ്ഞത് കേൾക്കാത്ത സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരെ വിളിക്കുന്ന പേരുകൾ നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത പേരുകളുണ്ടാവും. അവിടെ പല ഉമ്മമാരും ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാം, നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മളെ മക്കളെ വിളിക്കുന്ന പേര്. മക്കളെ എങ്ങനെയാണ് അഭിസംബോധനം ചെയ്യുന്നത് ഖുർആൻ പറയുന്നുണ്ട്. ലുക്മാൻ അലൈഹിസ്സലാം എങ്ങനെ വിളിച്ചത്, യാ ബുനയ്യാന്നാണ്, എൻ്റെ പൊന്നുമോനെ എന്നാണ് വിളിച്ചത്. പിന്നെ അതേപോലെ ഖുർആൻ പഠിപ്പിക്കണം, അല്ലാതെ മതം പഠിപ്പിക്കണം, ദീൻ പഠിപ്പിക്കണം. ഇപ്പം നമ്മളൊക്കെ എപ്പോഴും പുറകോട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് മക്കളുടെ ദീൻ പഠനത്തിൻ്റെ വിഷയത്തിൽ. ഭൗതിക പഠനങ്ങൾ നമ്മൾ എങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുമോ, നമ്മൾ എത്ര എഫേർട്ട് എടുത്താലും എന്ത് ചെയ്യും, നമ്മൾ ഭൗതിക പഠനം കൊടുക്കും. പക്ഷെ നേരെ തിരിച്ച് മദ്രസ പഠനം അല്ലെങ്കിൽ ദീൻ പഠനത്തിന് നമ്മളെന്താണ്, കുറച്ചൊന്ന് പുറകിലോട്ടാണല്ലേ. ഇപ്പോൾ സ്കൂളിൽ എക്സാം ആണെങ്കിൽ നമ്മൾ തന്നെ മക്കളോട് പറയാണ്, ഇന്ന് മദ്രസയിൽ പോകണ്ടട്ടോ, ഉമ്മാൻ്റെ കുട്ടി വീട്ടിൽ ഇരുന്ന് പഠിച്ചിട്ടോ. ഇപ്പോൾ റമളാൻ മാസമാണ്, തറാവീഹിന് മക്കൾ ചിലപ്പോൾ ഉമ്മ ഞാൻ തറാവീഹിന് വരട്ടെ, നമ്മളെന്താ പറയുക, പരീക്ഷയാണ്, അവിടെ ഇരുന്ന് പഠിക്കുക എനിക്ക് നല്ലത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഗമങ്ങളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, പ്രായമായിട്ടുള്ള മാതാപിതാക്കളാണ് എപ്പോഴും ഉണ്ടാവുക, യുവാക്കളില്ല അല്ലെങ്കിൽ ചെറിയ മക്കളില്ല. അവർക്ക് എന്താണ്, എക്സാമാണ്, പഠനമാണ്, പരീക്ഷയാണ്. നമ്മൾ തന്നെ മക്കളോട് ബോധപൂർവം പറഞ്ഞു കൊടുക്കണം. അതിനാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഭൗതികം കഴിഞ്ഞതിന് ശേഷം മാത്രം മതി എന്ത്, ദീൻ എന്നുള്ളത് നമ്മൾ അവരോട് പറയാതെ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ അവർ മോശപ്പെട്ട വഴിയിലേക്ക് പോയി അല്ലെങ്കിൽ ദീനിലേക്ക് എത്തുന്നില്ല എന്നതിന് നമ്മൾ അവരോട് സങ്കടം പറഞ്ഞിട്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ പരാതിപ്പെട്ടിട്ട് കാര്യമുണ്ടോ? നമ്മൾ എന്ത് ചെയ്യണം, ചെറുപ്പം മുതലേ അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കണം. ഇതാണ് ഏറ്റവും പ്രയോറിറ്റി. ഭൗതികം വേണ്ട എന്നല്ല കേട്ടോ പറഞ്ഞത്. ഇന്നത്തെ കാലഘട്ടത്തിൽ സർവൈവ് ചെയ്യണമെങ്കിൽ ഭൗതികമായിട്ടുള്ള എല്ലാ അറിവും നമുക്ക് വേണം. പക്ഷെ അതോടൊപ്പം തന്നെ എന്തുകൂടെ വേണം, ദീൻ പഠിക്കണം, അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കണം. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു സർവേ റിപ്പോർട്ടുണ്ട്. ഇപ്പം നമ്മൾ രക്ഷിതാക്കളൊക്കെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന കാര്യമാണ് ലഹരി, മയക്കുമരുന്ന്, അതിൻ്റെയൊക്കെ കാര്യം. കാരണം നമ്മളെ മക്കളൊക്കെ അതിൻ്റെ അഡിക്ഷനാണ്. കുറച്ച് കാലം മുന്നേ ആൺകുട്ടികൾ മാത്രമാണെങ്കിൽ ഇപ്പോൾ വന്ന റിപ്പോർട്ട് അനുസരിച്ച് ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികളാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള മാഫിയകളുടെ കണ്ണിയായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ChatGPT-യിലൊക്കെ സെർച്ച് ചെയ്താൽ പറയും, അമേരിക്ക നടത്തിയിട്ടുള്ള ഒരു സർവേ റിപ്പോർട്ടാണ്. അത് നടത്തിയത് മുസ്ലിങ്ങളൊന്നല്ല, ആ റിപ്പോർട്ട് നടത്തിയത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളൊന്നല്ല. ആ റിപ്പോർട്ട് ഇങ്ങനെയാണ്, ഈ ലഹരിയിൽ നിന്ന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള
മയക്കുമരുന്നിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകളുടെ ഒരു സർവേയാണ്. അതായത് ഇതിലേക്ക് അടുക്കാത്ത ആളുകളുടെ സർവേയാണ്. അത് ശരിക്കും നമുക്കൊക്കെ ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ നൽകുന്ന കാര്യമാണ്. ഏറ്റവും കൂടുതൽ വിട്ടു നിൽക്കുന്ന ആളുകൾ മുസ്ലിങ്ങളാണ്. അതായത് ദീനിനോടടുത്ത് റിലീജിയസ് ആയിട്ടുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്. ഇതൊരു മുസ്ലിമായ നാൾ നടത്തിയ റിപ്പോർട്ടല്ല, അല്ലെങ്കിൽ ഇസ്ലാമികപരമായി നടത്തിയിട്ടുള്ള റിപ്പോർട്ടല്ല. ഒരാൾ റിലീജിയസ്ലി അല്ലെങ്കിൽ സ്പിരിച്വലി അവൻ പഠിച്ചവനിലേക്ക് അടുത്തിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ നിന്നുള്ള കാര്യങ്ങളിൽ നിന്ന് ആ കുട്ടി വിട്ടു നിൽക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു റിപ്പോർട്ട് തന്നെയാണ്. അപ്പം നമുക്കൊക്കെ സമാധാനിക്കാം. നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചവൻ ഹിദായത്ത് നൽകിയിട്ടുണ്ട്. അതേപോലെ ആ കിട്ടിയ ഹിദായത്ത് നമ്മളെ മക്കളിലേക്ക് എത്തിക്കുക എന്നുള്ളത് എന്താണ്? നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. അപ്പം നല്ല ദീനോട് കൂടിയിട്ട് ഒരു കുഞ്ഞിനെ വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ എന്തൊരു തെറ്റിലേക്ക് പോകുമ്പോൾ ഓനക്ക് ഉള്ളിൻ്റെ ഉള്ളൊരു പേടി ഉണ്ടാവും. പഠിച്ചോനെ ഇത് ഈ കാണുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നാളെ പഠിച്ചോൻ്റെ മുന്നിൽ ഇതിനെക്കുറിച്ച് ഞാൻ ചോദ്യം ചെയ്യപ്പെടുമല്ലോ, അല്ലെങ്കിൽ എനിക്ക് ആ സ്വർഗം കിട്ടൂലല്ലോ എന്നുള്ള ആ ഒരു പേടി എന്തുണ്ടാവും? ഇന്നത്തെ കുട്ടികൾക്കുണ്ടാവും, അല്ലെങ്കിൽ ആ ദീനുള്ള കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ രക്ഷിതാക്കളായ നമ്മൾ ചെയ്യേണ്ടത് മക്കൾക്ക് എന്ത് ചെയ്യുക? ദീൻ കൊടുത്ത് വളർത്തുക. ദീനിൻ്റെ അടിസ്ഥാനത്തിൽ വളർത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇപ്പം നേരത്തെ ഇവിടെ ഒരു സാറ് പറഞ്ഞു വെച്ചിരുന്നു, നമ്മുടെ കൗമിൽ പെട്ട മക്കളാണ് ഏറ്റവും കൂടുതൽ തെറ്റിലേക്ക് പോകുന്നത്. ഞാനൊരു അധ്യാപികയാണ്. ഇപ്പം നമ്മൾ സ്കൂളിൽ കാണാം മറ്റു മതത്തിലുള്ള കുട്ടികളൊക്കെ ഏറ്റവും നല്ല രീതിയിലാണ് സ്കൂളിലോട്ട് വരുന്നത്. അവരെ വേഷവിധാനമായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളായിക്കോട്ടെ. പക്ഷേ സങ്കടകരെന്ന് പറഞ്ഞത് നമ്മുടെ കൗമിൽ പെട്ട മക്കളാണ് എല്ലാവിധ തെറ്റുകൾക്കും മുന്നിൽ നിൽക്കുന്നത്. ഈ ഒരു ഹിദായത്ത് ഉണ്ടായിട്ട്, അള്ളാഹുവിൻ്റെ ഖുറാനും തിരുസുന്നത്തും നമ്മുടെ മുന്നിലുണ്ടായിട്ട് നമ്മുടെ മക്കൾ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു മാതൃക കാണിക്കാത്തത് കൊണ്ട് മാത്രമാണ്. അപ്പം അതുകൊണ്ട് വീടകങ്ങൾ എന്ത് ചെയ്യുക? ഏറ്റവും നല്ല രീതിയിൽ ക്രമീകരിക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോൾ റമളാനാണല്ലേ, റമളാൻ പകുതിയോളം പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പല വീടുകളിലും ഒരു വക്ത് പോലും ജമാഅത്ത് നമസ്കാരം നടക്കാത്ത വീടുകളുണ്ട്, ഒരുമിച്ചൊരു ജമാഅത്ത് നടക്കാത്ത വീടുകളുണ്ട്, ഒരുമിച്ച് ഖുർആൻ ഓതാത്ത വീടുകളുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ബോധപൂർവം അതിനുള്ള സമയം കണ്ടെത്തണം. ഇപ്പോൾ എക്സാമുകൾ നടന്നോട്ടെ, ഇപ്പോൾ ഈ ഒരു സമയം SSLC, +2, ഡിഗ്രി, PG ഒക്കെ എക്സാം നടക്കുന്ന സമയമാണ്. ഒരു വക്ത് നമസ്കരിക്കാൻ എത്ര സമയം വേണം? മിനിമം ഒരു 5-6 മിനിറ്റ് പോരെ ഒരു ജമാഅത്ത് നമസ്കരിക്കാൻ? ആ ഒരു 5-6 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? മക്കളെ വിളിച്ചു വരണം. ഇത് കഴിഞ്ഞിട്ട് മതി ബാക്കി പഠനം എന്ന് എന്ത് ചെയ്യണം? നമ്മൾ അവരോട് പറയണം. എന്നിട്ട് നമ്മളതിന് ഖുർആൻ ഓതാനും നമസ്കരിക്കാനുമുള്ള സമയം നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഇതുവഴി തുടർന്ന് പോന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് അവരവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? പ്രാവർത്തികമാക്കിക്കോളും. അതിനുള്ള വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ ചെറിയ മക്കൾ. ഈ വീടുകളിൽ 1 വയസ്സ് 2 വയസ്സുള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മൾ നിസ്കരിക്കുമ്പോൾ അവർ കുത്തിമറിയും നിങ്ങൾ കണ്ടിട്ടില്ലേ? ചിലപ്പോൾ അവർക്ക് ഡ്രസ്സൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്ത് ചെയ്യും? നമ്മളെന്താണോ ചെയ്യണത് അത് അതേപോലെ കോപ്പി ചെയ്യും. മിററിങ് ആണത്. അപ്പം നമ്മുടെ മക്കൾ നമ്മളെ കണ്ടാണ് പഠിക്കുന്നത്. നമ്മളെന്താണോ അതാണ് എന്ത് നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞത്. ഒരു ചൊല്ലില്ലേ, എന്താ മത്തം കുത്തിയാൽ ചൊല്ലെന്തായിരുന്നു? കുമ്പളം മുളക്കൂല എന്ന് പറഞ്ഞത്. അപ്പോൾ അതേപോലെ നമ്മളെങ്ങനെയാണോ അതേ കോപ്പി പേസ്റ്റ് ആയിരിക്കും നമ്മളെ മക്കൾ എന്നുള്ളത് നമ്മൾ നോക്കിയാൽ മതി. അപ്പം മക്കളെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഫോൾട്ട് ഉണ്ടാകുന്ന സമയത്ത് ആദ്യം നമ്മളൊന്ന് ആലോചിക്കുക, എൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഫോൾട്ടുകൾ വരുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് മോശപ്പെട്ട സംസാരങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ മോശപ്പെട്ട സംസാരം ഇവനെ എവിടെ നിന്ന് കിട്ടി, എൻ്റെ ഭാഗത്തു നിന്നാണോ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? നമ്മളോട് തന്നെ സ്വന്തമായിട്ട് വിചാരണ ചെയ്യുക. അങ്ങനെ ഒരു തെറ്റ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അത് തിരുത്തുക. അതേപോലെ ഇന്ന് പല രക്ഷിതാക്കളും സമയം മക്കൾക്ക് വേണ്ടി കണ്ടെത്തുന്നില്ല. അപ്പം നേരത്തെ ഭാര്യയും ഭർത്താവും സമയം കണ്ടെത്തുന്നില്ല എന്ന് പറഞ്ഞതുപോലെ മക്കളെ കുറിച്ച് അറിയാൻ, അല്ലെങ്കിൽ അവരോടുകൂടി സംസാരിക്കാൻ ഒരു സമയം, നമുക്ക് ജോലി തിരക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളത് ക്വാളിറ്റി ടൈം നമ്മൾ കണ്ടെത്തണം. ഇല്ലെങ്കിൽ നമുക്കറിയാം, കഴിഞ്ഞ വർഷം തൃശ്ശൂരിൽ ഒരു +1 പഠിക്കുന്ന പെൺകുട്ടി ഗർഭിണിയായി. 9 മാസക്കാലം അവളും അവളുടെ ഉമ്മയും അവളുടെ ഉപ്പയും ഒരു വീട്ടിൽ താമസിച്ചു. ഈ 9 മാസക്കാലം ആ വീട്ടിലുള്ള ഉമ്മയും ഉപ്പയും അറിഞ്ഞില്ല തൻ്റെ മകൾ ഗർഭിണിയാണെന്നുള്ളത്. 9ാമത്തെ മാസം സ്കൂളിലുള്ള HM ആണിത് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണത്? റിപ്പോർട്ട് ചെയ്യണത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, സ്വന്തം വീട്ടിൽ സ്വന്തം മകൾ ഗർഭിണിയായിട്ട് 9 മാസക്കാലം ഉമ്മയും ഉപ്പയും അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഒക്കെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. അപ്പോൾ ഇതൊന്നും നമ്മുടെ വീടുകളിൽ നിന്ന് അന്യമല്ല, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലേക്ക് എത്താൻ അധികം സമയം വേണ്ട. അപ്പം അതിന് മുൻപ് തന്നെ മക്കളുമായിട്ട് നല്ലൊരു ബന്ധം എന്ത് ചെയ്യുക? നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതായത് അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തുറന്ന് പറയാനുള്ള ഒരവസരം, അല്ലെങ്കിൽ എനിക്ക് എന്ത് പ്രശ്നം വന്നാലും എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ ഉണ്ട്, എൻ്റെ ഉപ്പ ഉണ്ട്, എൻ്റെ എല്ലാ പ്രശ്നത്തിനും അവരടുക്കൽ പരിഹാരം ഉണ്ട് എന്ന് നമ്മുടെ മക്കൾക്ക് തോന്നണമെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ത് ചെയ്യണം? നമ്മളും നമ്മുടെ മക്കളും തമ്മിൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പം നല്ലൊരു പാരൻ്റ് ആയാൽ മാത്രമാണ് നല്ലൊരു കുഞ്ഞുണ്ടായി വളരുകയുള്ളൂ. അപ്പോൾ നല്ലൊരു പാരൻ്റ് ആവാൻ നമ്മൾ എന്ത് ചെയ്യുക? ശ്രമിക്കുക. അതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ ചരിത്രത്തിലുണ്ട്. നമുക്കറിയാം ഇബ്രാഹിം നബിൻ്റെ ചരിത്രമല്ലേ. ഇബ്രാഹിം നബിക്കും ഹാജറ ബീവിക്കും ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഇസ്മായിൽ നബി ജനിക്കുന്നത്. പക്ഷേ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം എവിടെ കൊണ്ടാക്കുന്നത്? മക്കയിലുള്ള. ഇന്നത്തെ മക്കയാണോ അന്നത്തെ മക്ക?
ആൾതാമസമില്ല, കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല. പക്ഷെ അള്ളാഹുവിൻ്റെ നിർദ്ദേശമല്ലേ എന്നനുസരിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഹജറ ബീവിയെയും അതേപോലെ കുറേ കാലത്തിന് ശേഷം ഉണ്ടായ ഇസ്മായിൽ നബി അവിടെ കൊണ്ടാക്കുകയാണ്. ഇബ്രാഹിം നബി തിരിച്ചു പോരുകയാണ്. ഹജറ ബീവിൻ്റെ ശക്തമായ തവക്കുലും അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രാർത്ഥന കൊണ്ടും സംസം ഉണ്ടാവുകയാണ്. പിന്നീട് ഇബ്രാഹിം നബി എപ്പോഴാണ് തിരിച്ചു വരുന്നത്? ഇവരെ അവിടെ കൊണ്ടാക്കിയതിന് ശേഷം അള്ളാഹുവിൻ്റെ വീണ്ടും കൽപ്പന വരികയാണ്. എന്തായിരുന്നു കൽപ്പന? ആറ്റുനൂറ്റുണ്ടായിട്ടുള്ള ആ കുഞ്ഞിനെ എന്ത് ചെയ്യണം, അറുക്കണം എന്നുള്ള കൽപ്പന വരെയാണ്. അങ്ങനെ ഇബ്രാഹിം നബി ഇസ്മായിൽ നബിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, മോനെ നിന്നെ അറുക്കണം എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. ആ മകന് പറ്റൂല എന്ന് പറഞ്ഞോ? നമ്മളെ മക്കളൊക്കെ ആണെങ്കിൽ എന്ത് പറയും, ഞങ്ങൾ ഈ കാട്ടിലും കൊണ്ടിട്ടിട്ട് നിങ്ങളിപ്പോൾ അറുക്കാൻ വന്നിക്കുകയാണ് പറയില്ലേ? അല്ലെങ്കിൽ ഭാര്യമാരെന്ത് പറയും, ഞങ്ങൾ ഈ കാട്ടിൽ കൊണ്ടിട്ടിട്ട് നിങ്ങളിപ്പോൾ കുട്ടീനെ ഇറക്കാൻ വന്നിക്കാണല്ലേ, പോവാണ് നിങ്ങൾക്ക് നല്ലത് പറയില്ലേ? പക്ഷെ അവിടെ എന്താ ഇസ്മായിൽ നബി പറഞ്ഞത്? അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണോ, നിങ്ങൾ ചെയ്തോളി എന്നാണ് പറഞ്ഞത്. ഹാജറ ബീവി എന്താ പറഞ്ഞത്? പടച്ചോൻ്റെ നിർദ്ദേശമാണ് നിങ്ങൾ ചെയ്തോളിയെന്ന്. ആ മകൻ അങ്ങനെ പറയണമെങ്കിൽ ആ ഉമ്മ മകനെ വളർത്തിയതുകൊണ്ടല്ലേ. ഇപ്പോൾ പല രക്ഷിതാക്കളും പറയാറുണ്ട്, വാപ്പ ഗൾഫിലാണ് അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് നോക്കിയിട്ട് നടക്കുന്നില്ല എന്ന്. അപ്പോൾ ഇബ്രാഹിം നബിയും അതേപോലെ ഹാജറ ബീവിയൊക്കെ നമുക്ക് എന്താണ്, വലിയൊരു മാതൃകയാണ്. അതേപോലെ തന്നെ അസ്മാറുല്ലാഹുവിൻ്റെ മകനാണ് അബ്ദുല്ലാഹിബിന് സുബൈർ. അബ്ദുല്ലാഹിബിന് സുബൈറിനെ യുദ്ധത്തിന് പറഞ്ഞയക്കുകയാണ്. യുദ്ധത്തിന് പറഞ്ഞയക്കുന്ന സമയത്ത് മകനോട് പറയാണ്, മകനെ കീഴടങ്ങി മരിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലതാണ് എന്ത്, പോരാടി രക്തസാക്ഷിയാവുന്നത്. അപ്പോൾ സുബൈർ എന്ത് ചെയ്യാണ്, സങ്കടത്തോട് കൂടിയിട്ട് ഉമ്മാനോട് പറയാണ്, ഉമ്മ യുദ്ധത്തിന് പോയിട്ട് ഞാൻ മരണപ്പെട്ടാൽ അവരെൻ്റെ അവയവങ്ങൾ മുറിച്ചെടുക്കൂലേന്ന്. അപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ എന്താ പറയുക, നമുക്ക് നമ്മളെ മക്കൾ വേദനിക്കണം നമുക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ, ഇന്ന് ഉമ്മാൻ്റെ കുട്ടി പോകണ്ടട്ടോ, അതോ നമ്മൾ പറയാം അവർക്ക് അവരുടെ ഭാഗത്ത് നിന്ന് എന്ത് തെറ്റു വന്നാലും ഉമ്മാൻ്റെ കുട്ടി ചെയ്യണ്ടട്ടോ എന്ന് പറയാം. പക്ഷെ അവിടെ അസ്മാറുല്ലാഹു എന്താ പറഞ്ഞത്, മോനെ അറുത്ത ആടിനെ തൊലി ഇരിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, ആടിനെ വേദനിക്കൂല. അതേപോലെ മരിച്ചിട്ടുണ്ടെങ്കിൽ മോൻ്റെ അവയവം മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വേദനിക്കൂല എന്ന് പറഞ്ഞിട്ട് യുദ്ധത്തിന് ഷഹീദാവാൻ വേണ്ടി പറഞ്ഞേക്കാണ്. ആ ഒരു ആത്മധൈര്യം അല്ലെങ്കിൽ ആ ഒരു മനക്കരുത്ത് അതാണ് നമ്മൾ ഉമ്മമാർക്കും ഉപ്പമാർക്കും വേണ്ടത്. അതേപോലെ തന്നെ യാക്കൂബ് നബി മരണക്കിടക്കയിൽ മരണമാസന്നമായിരിക്കുകയാണ്. മക്കളോട് എന്താ ചോദിച്ചത്? ഞാൻ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെയാണ് ആരാധിക്കുക എന്ന് ചോദിച്ചത്. മക്കൾ മറുപടി പറയുന്നുണ്ട്, ഏകനായ ഇലാഹിനെയാണ് എന്ന്. അപ്പോൾ മക്കൾക്ക് ദീൻ കൊടുത്ത് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. നല്ലൊരു പാരൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു ഉമ്മയും വാപ്പയും ആയിട്ടുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും എന്തുണ്ടാവും, നല്ല മക്കളും അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ നൂഹ് നബിൻ്റെ ഒക്കെ ചരിത്രം പറഞ്ഞതുപോലെ തന്നെ മക്കളൊരു പരീക്ഷണമാണ്. ചിലപ്പോൾ പഠിച്ചവൻ്റെ പരീക്ഷണം ഏത് നിലയിലും നമുക്ക് വരാം. പക്ഷെ അവിടെ ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത്, തളരരുത്. 950 വർഷക്കാലം നൂഹ് നബി പ്രബോധനം നടത്തി ആളുകളെ കപ്പലിൽ കയറ്റപ്പോൾ ആരും മാത്രം കയറിയില്ല, മകനും ഭാര്യയും കയറിയില്ല. അത് പഠിച്ചവൻ്റെ പരീക്ഷണമാണ്. അതേപോലെ ചിലപ്പോൾ പല പരീക്ഷണങ്ങളും നമ്മളിലേക്കും വന്നു പോയേക്കാം. അവിടേക്ക് എന്ത് ചെയ്യുക, പഠിച്ചവനിലേക്ക് കൂടുതൽ അടുക്കുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയേക്കാൾ വേറൊരു വലിയൊരു ആയുധം വേറെ ഒന്നുമില്ല. പഠിച്ചവന് ഒറ്റ സെക്കൻഡ് മതി ഇവിടെയുള്ള ആളെ അവിടെ എത്തിക്കാനും അവിടെയുള്ള ആളെ താഴെ എത്തിക്കാനും. അപ്പം നമ്മുടെ ശക്തമായ പ്രാർത്ഥന ഉണ്ടെങ്കിൽ പഠിച്ചവൻ എന്ത് ചെയ്യും, ആ പ്രാർത്ഥനകൾ സ്വീകരിക്കും. സന്താനങ്ങളെ കൊണ്ട് പഠിച്ചവന് നമ്മളൊക്കെ പരീക്ഷിക്കാതിരിക്കട്ടെ, നമുക്ക് എന്ത് ചെയ്യാം, എപ്പോഴും പ്രാർത്ഥിക്കാം. അപ്പം നമ്മൾ ഇണകളുടെ കാര്യവും അതേപോലെ സന്താനങ്ങളുടെയും കാര്യം നമ്മൾ പറഞ്ഞു. അതേപോലെ നമ്മൾ അതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് ഒരു കുടുംബത്തിലെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പ്രായമായ മാതാപിതാക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പ്രായമായ മാതാപിതാക്കൾ നിൻ്റെ അടുക്കൽ ഉണ്ടായിട്ടും സ്വർഗത്തിലെത്താത്തവൻ ആരാണ്, തോറ്റുപോയനാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. നമ്മുടെ ഉമ്മാനെ ഉപ്പാനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കി നിങ്ങൾ. ഉമ്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9 മാസക്കാലം നമ്മളെ വയറ്റിൽ ചുമന്ന് മരണത്തെ മുഖാമുഖം കണ്ട് നമ്മളെ പ്രസവിച്ച് 2 വർഷക്കാലം പാലൂട്ടി നമ്മളെ എന്നാണോ മരിക്കുന്നത് അതുവരെ നമുക്ക് ഉമ്മയായി ഏത് പ്രശ്നത്തിലും എന്ത് ചെയ്യും, നമ്മളെ കൂടെ നിന്ന ആളുകളാണല്ലേ നമ്മുടെ ഉമ്മമാരെന്ന് പറഞ്ഞത്. എപ്പോഴും ഉമ്മാൻ്റെ സ്നേഹം പറയുന്ന സമയത്ത് ഒന്ന് പിന്നിലേക്ക് പോകുന്ന വിഭാഗമാണ് ആര്, ഉപ്പമാരെന്ന് പറഞ്ഞത് അല്ലേ. ഉമ്മാരെ സ്നേഹവും ത്യാഗവും നമ്മളിങ്ങനെ ഉയർത്തി പറയുന്ന സമയത്ത് ഉപ്പമാരെ ത്യാഗത്തെക്കുറിച്ച് പല തവണ എന്ത് ചെയ്യും നമ്മൾ പറയാൻ മറക്കുന്നുണ്ട്. വിയർപ്പിൻ്റെ ഗന്ധത്തിന് പോലും സ്നേഹമുണ്ടെന്ന് തെളിയിച്ച വ്യക്തികളാണ് ആര്, ഉപ്പമാരെന്ന് പറഞ്ഞത്. ഒരു ഉമ്മ 9 മാസക്കാലം 9 മാസം 10 ദിവസം വയറ്റിലാണ് ചുമക്കുന്നതെങ്കിൽ ഒരു വാപ്പ ഒരാഴ്ചക്കാലം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മക്കളെ തലയിൽ ചുമക്കുന്നുണ്ട് അല്ലേ. ഓരോ ഉപ്പമാരും കൊണ്ട വെയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അനുഭവിക്കുന്ന തണൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പ്രായമായ മാതാപിതാക്കൾ അടുത്തുണ്ടായിട്ടും അവർ കാരണം നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ അത് നമ്മളെ ഭാഗത്ത് നിന്ന് വരുന്ന വലിയൊരു ഫോൾട്ട് തന്നെയാണ്. ഈ അടുത്ത് അമീൻ ഖലീലിൻ്റെ ഒരു കഥ വായിച്ചിട്ടുണ്ടായിരുന്നു. ആ കഥ എങ്ങനെയാണ്, ഒരു പ്രവാസിയായ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്. ആ ഉപ്പാൻ്റെ മയ്യത്ത് കുളിപ്പിക്കുകയാണ്. മക്കൾ 3 ആളുകൾ കൂടിയിട്ട് മയ്യത്ത് കുളിപ്പിക്കുകയാണ്. അപ്പോൾ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ആ മകൻ എഴുതുന്ന ഒരു എഴുത്താണ്, ഉപ്പാൻ്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്താണ് ഉപ്പാൻ്റെ വെളുത്ത പുറത്ത് കറുത്ത തഴമ്പ് ഞങ്ങൾ കാണുന്നത്. ഈ
ഈ കറുത്ത തഴമ്പ് പൊതുവേ നമ്മുടെ നാട്ടിലുള്ള ചുമട്ട് തൊഴിലാളികളുടെ പുറത്ത് കാണുന്ന തഴമ്പായിരുന്നു. അതെങ്ങനെ 35 വർഷക്കാലം ഗൾഫിൽ സുഖിച്ച് ജീവിച്ച ഉപ്പാൻ്റെ പുറത്തുണ്ടായി എന്നുള്ളത് എന്ത് ചെയ്തു, ഞങ്ങൾ ആ മക്കൾ അത്ഭുതപ്പെടുകയാണ്. ഉപ്പ പലപ്പോഴും സുഖിച്ച് ജീവിക്കുന്ന ആ ഗൾഫിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാത്തതിൽ ഞങ്ങൾക്ക് ഒരുപാട് പരിഭവങ്ങൾ ഉണ്ടായിരുന്നു. പലതവണ പല ആളുകളിൽ നിന്നും ഉപ്പാക്ക് അവിടെ വേറെ ബന്ധങ്ങളുണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻസ് വന്ന സമയത്ത് ഞങ്ങൾ മക്കൾ പലതവണ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അവിടെ സുഖിച്ച് ജീവിക്കുന്ന ഉപ്പാക്ക് അവിടെ വേറെ ബന്ധങ്ങളുള്ളത് കൊണ്ടായിരിക്കാം ഞങ്ങളെ കൊണ്ടുപോകാത്തതെന്ന്. ഈ കറുത്ത തഴമ്പ് കാണുമ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെടുകയാണ്. കൂടെ കിടക്കുന്ന ഭാര്യയെ പോലും കാണിക്കാതെ ഈ മനുഷ്യനെങ്ങനെ കറുത്ത തഴമ്പ് കൊണ്ട് നടന്നു എന്നുള്ളത്. പിന്നെ മോനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കണം. അതിങ്ങനെ വ്യക്തമായിട്ട് ആ കഥയിൽ എഴുതിയിട്ടുണ്ട്. അപ്പം അതിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ഓരോ ആവശ്യങ്ങൾ പറയുമ്പോൾ ഫോണ് അല്ലെങ്കിൽ അതേപോലെ തന്നെ കാറ്, അങ്ങനെ ആഡംബര കാര്യങ്ങൾക്ക് ദൂർത്തടിക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും ഉപ്പ പറഞ്ഞിട്ടില്ല ഞാൻ അവിടെ ഒഴുക്കിയ വേർപ്പാണോ നിങ്ങളിവിടെ അനുഭവിക്കുന്ന നിങ്ങളിവിടെ അനുഭവിച്ച് കളയുന്ന ദൂർത്തെന്ന് ഒരിക്കൽ പോലും ഉപ്പ പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ പെരുന്നാളിന് എല്ലാവരും വട്ടം കൂടിയിരുന്ന് ഉപ്പാനെ സ്നേഹമില്ലാത്ത ഉപ്പ എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ തല കുനിച്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. ആ വെളുത്ത പുറത്തിലൂടെ അല്ലെങ്കിൽ ആ കറുത്ത തഴമ്പിലൂടെ വെള്ളം അങ്ങനെ ഒലിച്ചിറങ്ങുമ്പോൾ പാപഭാരം കൊണ്ട് ഞങ്ങളുടെ മനസ്സിങ്ങനെ ഉരുകുകയാണ് എന്നുള്ളത്. ഇതേപോലെ നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ട്, നമ്മുടെ വാപ്പയും ഉമ്മയും നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ട് നമ്മൾ കുറേ സങ്കടപ്പെട്ടിട്ട് കാര്യമുണ്ടോ? പ്രയാസപ്പെട്ടിട്ട് കാര്യമുണ്ടോ? അവർ ജീവിച്ചിരിക്കുന്ന കാലം അവർക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, അവരോട് പെരുമാറാൻ നമുക്ക് കഴിയണം. അവർ കാരണം എന്ത് ചെയ്യണം, നമുക്ക് നാളെ സ്വർഗത്തിൽ എത്തിപ്പെടാൻ സാധിക്കണം. ഏകദേശം സമയം അവസാനിക്കാനായിട്ടുണ്ട്. ഒരു എക്സ്പീരിയൻസും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ എന്ന് പറയുന്നത് 7ാമത്തെ മരുമകളായിട്ടാണ് എൻ്റെ വീട്ടിലോട്ട് വരുന്നത്. ഉപ്പ ബാക്കിയുള്ള മക്കളേക്കാൾ വളരെ ചെറുതായ ആളായതുകൊണ്ട് തന്നെ വലിയൊരു ജനറേഷൻ ഗ്യാപ്പ് അവിടെ വരുന്നുണ്ട്. ഞങ്ങൾ തറവാട് വീടായതുകൊണ്ട് തന്നെ വീട്ടിൽ വല്യുമ്മയും ഉപ്പാൻ്റെ ഉമ്മയും ഉപ്പയും ഞങ്ങളുടെ കൂടെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഉമ്മൻ്റെ വിവാഹം കഴിഞ്ഞ സമയത്താണ് വല്യുപ്പക്ക് സോഡിയം കുറഞ്ഞിട്ടുള്ളൊരു അസുഖം. നിങ്ങൾക്കറിയോ അതിനെക്കുറിച്ച്? ആ ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചെറിയ കുട്ടികളെ പോലെ, പ്രസവിച്ച കുഞ്ഞുങ്ങളെ പോലെ അവരെന്താണോ ചെയ്യണത്, അവരെന്താണോ പ്രവർത്തിക്കുന്നത് എന്ന് അവർക്ക് ആർക്കും അറിയില്ല. ചിലപ്പോൾ ഇവിടുന്ന് മൂത്രമൊഴിക്കാൻ തോന്നിയാൽ ഇവിടുന്ന് മൂത്രമൊഴിക്കും, ഇവിടെ മലവിസർജനം നടത്താൻ തോന്നിയാൽ അത് ചെയ്യും. അങ്ങനെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഒരു നല്ല കാലഘട്ടം, അപ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു മവദ്ദത്തിൻ്റെ കാലഘട്ടം ഇവർ രണ്ടുപേരും ഈ വല്യുപ്പക്ക് വേണ്ടിയിട്ടാണ് ചിലവഴിച്ചത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇവർക്കൊരു യാത്ര പോയിക്കൂടെ. എനിക്കൊരു ബോധം വെച്ച കാലം തൊട്ട് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഉമ്മാക്കും ഉപ്പാക്കും ഒരു യാത്ര പോയിക്കൂടെ, അല്ലെങ്കിൽ ഇവർക്ക് ആയിട്ട് കുറച്ച് സമയം കണ്ടെത്തിക്കൂടെ. ഇവർ ഫുൾ ടൈം എന്താ ചെയ്തിരുന്നത്, ഈ വല്യുപ്പാൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി ഇങ്ങനെ കൊണ്ടിടക്കായിരുന്നു. ആളെ കുളിപ്പിക്കലും ആൾക്ക് ഭക്ഷണം കൊടുക്കലും, പിന്നീട് ആൾ കിടപ്പിലായി. അപ്പം അങ്ങനെ ഒരു 7-8 വർഷത്തോളം വല്യുപ്പാനെങ്ങനെ നോക്കിക്കൊണ്ടിടുന്നു. അങ്ങനെ വല്യുപ്പ മരണപ്പെട്ടു. അപ്പം ഞാൻ വിചാരിച്ചു, ഇനിയെങ്കിലും ഉമ്മാക്കും ഉപ്പാക്കും ഒരു സന്തോഷമുള്ള ജീവിതം ഉണ്ടാവും, ഇനിയെങ്കിലും അവർക്ക് അവരുടേതായ രീതിയിൽ ജീവിക്കാമല്ലോ എന്ന്. പക്ഷെ വല്യുപ്പ മരണപ്പെട്ട് കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ വല്യമ്മക്കും ഇതേ അസുഖം, സോഡിയം കുറഞ്ഞു, ഇതേപോലെ തന്നെ. അപ്പോൾ ഉമ്മൻ്റെ ഉപ്പൻ്റെ ജീവിതം വീണ്ടും എന്ത് ചെയ്തു, ഇവരിലേക്ക് മാത്രമായി ചുരുങ്ങി. ഇവരെ നോക്കുന്നു, ഇവരെ കുളിപ്പിക്കുന്നു, ഇവരെ കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ ഇവർക്ക് ബുദ്ധിപരമായിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ ഈ കളിക്കുന്ന കുട്ടികളെ പിടിച്ച് കുളിപ്പിക്കാൻ കൊണ്ടിട്ടുള്ള അവസ്ഥ എന്തായിരിക്കും? ഒരു നല്ല അടിയായിരിക്കുമല്ലേ, നമ്മൾ തിരിച്ചടിക്കും. അപ്പോൾ ഈ പ്രായം ചെന്ന ആളുകൾ അവരുടെ ഒരു ആരോഗ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ആളുകളുടെ ആരോഗ്യമില്ല, പാടത്ത് പണിയെടുത്ത് തഴമ്പിച്ച കൈകളായിരിക്കും. ഒന്ന് കിട്ടി നോക്കണം, അപ്പം അറിയാം അതിൻ്റെ വേദന. പക്ഷെ ഒരു മടുപ്പോ വെറുപ്പോ ഒന്നും കാണിക്കാതെ ഇവർ രണ്ടുപേരും ഈ വല്യുമാനെയും വല്യുപ്പാനെയും നോക്കുന്നത് ഞങ്ങൾ 3 മക്കൾക്കും ഭയങ്കര അത്ഭുതമായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് വലുതായ സമയത്ത് ഉമ്മ എന്ത് ചെയ്യുമായിരുന്നു, വല്യുമാനെ കുളിപ്പിക്കാൻ എന്നെ വിളിക്കുമായിരുന്നു. അപ്പോൾ ഉമ്മ അറിയും, എനിക്കിത് ഒറ്റയ്ക്ക് കുളിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടെന്നല്ല ഞാൻ ഇത്രയും കാലം ചെയ്തെന്ന് പോകുന്നത്, പക്ഷേ ഈയും പഠിക്കണം. കാരണം നാളെ ഞങ്ങൾ ഈ ഒരു അവസ്ഥയിലെത്തുമ്പോൾ ഞങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ഇത് കാണണം, നിങ്ങളും കുളിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് വല്യുമാനെ കുളിപ്പിക്കാനൊക്കെ ഞങ്ങളങ്ങനെ കൊണ്ടുപോകുമായിരുന്നു. എനിക്ക് ഏറെ സങ്കടം തോന്നിയ കാര്യം, കുറച്ച് മുന്നേ, അതായത് വല്യുമ്മ വയ്യാതെ കിടക്കുന്ന സമയത്ത് ഞാനും ഹസ്ബൻഡും മോനും കൂടി ഉംറക്ക് പോവാണ്. അപ്പോൾ ഞാൻ ഉമ്മനോട് പറഞ്ഞു, ഉമ്മാൻ്റെ ഉപ്പാന് വലിയൊരു ആഗ്രഹമായിരുന്നു ഉംറക്ക് പോകണം. അതിന് എന്നോ മുതലേ പൈസ ഇങ്ങനെ സ്വരുക്കൂട്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഉമ്മനോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ കൂടെ പോരെ, ആകെ 15 ദിവസമല്ലേ ആവശ്യമുള്ളൂ, നമുക്ക് വേറെ ആരെങ്കിലും നിർത്താം, അല്ലെങ്കിൽ വേറെ കുടുംബക്കാരെങ്കിലും നിർത്താം, ഇനി അതില്ലെങ്കിൽ നമുക്കൊരു ഹോം നേഴ്സിനെ നിർത്തിയിട്ട് ഒരു 15 ദിവസം നിങ്ങൾ പോരും എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഉംറ എന്ന് പറഞ്ഞത് ഒരു സുന്നത്തായിട്ടുള്ള കർമ്മമാണ്, അത് നമുക്ക് പഠിച്ചവനെ ആയുസ്സും ആഫിയത്തും നൽകുകയാണെങ്കിൽ ചെയ്യാം. പക്ഷെ ഇതെന്താണ്, ഇത് ഞങ്ങൾക്ക് ഫറലായിട്ടുള്ളത്. ഈ ഫറലിനെ ഇവിടെ വിട്ടിട്ട് ആ സുന്നത്തിന് ഞങ്ങൾ വരുന്നില്ല എന്ന്. അപ്പോൾ അത്രക്ക് പോലും ഇവർ രണ്ടുപേരും അതിനെ അവരെ നോക്കുന്ന കാര്യത്തിൽ അത്രയും ശ്രദ്ധ പുലർത്തിയിരുന്നു. അതേപോലെ തന്നെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഉമ്മാക്കും ഉപ്പാക്കും ഒരു വികാരങ്ങളൊന്നുമില്ലേ? കാരണം ഇവരൊരു കുടുംബത്തിലെ കല്യാണങ്ങൾക്ക് മാന്യമായി പങ്കെടുക്കാറില്ല. ഒരാളവിടെ നിന്ന് ഒരു ബോഡി ഗാർഡിനെ പോലെ ഒരാൾ നിന്ന് മാറി ഷിഫ്റ്റായിരുന്നു. അങ്ങനെ ഒരു യാത്രകൾക്ക് വരാറില്ല. എന്തിനും ഇവർ ഏത് സമയത്തും ഈ പ്രായമായ മാതാപിതാക്കളുടെ കൂടെ ആയിരുന്നു. അങ്ങനെ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം ജൂലൈ 7-ന് 100ാമത്തെ വയസ്സിലാണ് വല്യുമ്മ മരണപ്പെടുന്നത്.
അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോഴെങ്കിലും ഉമ്മക്ക് റാഹത്തായല്ലോ എന്ന്. പക്ഷെ അന്ന് രാത്രി ഉപ്പയും ഉമ്മയും ഞങ്ങൾ 3 മക്കളെ വിളിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത്രയും കാലം നമ്മളെ വീട്ടിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ ഉണ്ടായിരുന്നു. നമുക്കൊരു പ്രയാസം ഇതുവരെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. സാമ്പത്തികമായിക്കോട്ടെ അല്ലെങ്കിൽ ശാരീരികപരമായിക്കോട്ടെ ഒരു പ്രയാസം നമ്മളെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രായമായ മാതാപിതാക്കളെ നമ്മൾ നോക്കുന്നത് കൊണ്ട് പഠിച്ചു നമുക്ക് നൽകിയിട്ടില്ല വലിയൊരു അനുഗ്രഹമാണ്. ഇനി ഇപ്പാൻ്റെ ഉമ്മാൻ്റെ മക്കൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. കാരണം അത് രണ്ടും ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? നിങ്ങൾ വളരെ ശ്രദ്ധിച്ചാവണം നിങ്ങളുടെ ജീവിതം എന്ന് ഉമ്മ ഇപ്പം ഞങ്ങൾക്ക് നിർദ്ദേശം തരുന്നുണ്ട്. അന്ന് ഞാൻ മനസ്സിലാക്കി പഠിച്ചോനെ അവർ രണ്ടുപേരും ഈ ഒരു ഭൂമിയിലെ ജീവിതത്തിന് വേണ്ടി അവർ സമയം കണ്ടെത്തിയില്ല. അവർ രണ്ടുപേരും ഒരുങ്ങിയത് അല്ലെങ്കിൽ അവർ രണ്ടുപേരും ജീവിതം ചെലവഴിച്ചത് ആഖിറത്തിലേക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ രണ്ടാക്കിയൊരു 40-45 വയസ്സായിട്ടുണ്ടാവും. അവരുടെ നല്ല കാലം മുഴുവൻ, അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മഹബദ്ധത്തിൻ്റെ കാലഘട്ടം മുഴുവൻ അവർ ചിലവഴിച്ചത് ഈ മാതാപിതാക്കളെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പഠിച്ചോനെ നാളെ പഠിച്ചോൻ്റെ അടുക്കൽ ചെല്ലുന്ന സമയത്ത് അവർക്ക് വേണ്ടി ആ വല്യുമ്മയും വല്യുപ്പയും ശുപാർശ ചെയ്യുന്നുള്ള കാര്യത്തിൽ മക്കളെ ഞങ്ങൾക്കൊരു സംശയമില്ല. അത്രയും നല്ല രീതിയിലാണ് ഉമ്മയും ഉപ്പയും അവരെ പരിചരിച്ചതും അതേപോലെ അവരെ ശുശ്രൂഷിച്ചതും. ഇപ്പം ഇന്ന് ഇവിടെ ഈ ഒരു സദസ്സിൽ വന്ന് ഞാൻ എൻ്റെ ഉമ്മയും ഉപ്പയും കുറിച്ച് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ മാതൃകയാക്കുന്നത് എൻ്റെ ഉമ്മാനെയും ഉപ്പാനെ. നമ്മുടെ മക്കളും നാളെ പഠിച്ചോൻ്റെ അടുക്കൽ പോയിട്ട് പറയണേ എനിക്ക് എൻ്റെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും പോലെ അവരായിരുന്നു എൻ്റെ മാതൃക എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും വലിയ സമ്പത്ത് എന്താ ഉള്ളത് നമുക്ക്? അപ്പം അത്തരത്തിലുള്ള മാതൃകാപരമായിട്ടുള്ള ഉമ്മയാവാനും ഉപ്പയാവാനും ഒരു കുടുംബത്തിൻ്റെ കർത്താവാനും നമുക്ക് സാധിക്കണം. അത്തരത്തിലുള്ള മാതാപിതാക്കളായി നാളെ സ്വർഗത്തിൽ ഉന്നത സ്ഥലത്ത് എത്താൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. കുടുംബം എന്ന് പറഞ്ഞത് ഒരു ചങ്ങലയാണ്. അതിൻ്റെ എല്ലാ കണ്ണികളും ഒരുപോലെ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ചങ്ങല കേടുവരാതെ സൂക്ഷിക്കുള്ളൂ. ഒരു കണ്ണിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ മതി, ആ ചങ്ങല എന്ത് ചെയ്യും? മൊത്തത്തിൽ കേടുവരും. അപ്പോൾ ആ കുടുംബത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഇവിടെ കൂടിയിരിക്കുന്നത് പോലെ തന്നെ നാളെ സ്വർഗത്തിലും കുടുംബസമേതം നമുക്കെല്ലാവർക്കും ഒരുമിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സംസാരത്തിനിടയിൽ എന്തെങ്കിലും പാകപ്പിഴകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് നിർത്തുകയാണ്. വാഹൃദ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.